ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസമൊക്കെ ആയില്ലേ, അപ്പോൾ നമുക്ക് ഉലുവക്കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് ഉലുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഉലുവ നന്നായി കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് തലേദിവസം കുതിരാനായിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് നാളെ കാലത്ത് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ കുതിർത്തതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് അരിയാണ്. അത് ഞവരരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. റെഡ് റൈസൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത അരി നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുപയർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ അതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉലുവയും അരിയും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റി പോയേക്കാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2-ാം പാലും 3-ാം പാലും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് നമ്മൾ ഇതിൽ 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇത് നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് 1-ാം പാൽ ഇവിടെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കാം. തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കാവുന്നതാണ്. അരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത്. കൂടുതൽ ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇത് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഞാനിത് ഇനി കുക്കറിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് ഇതിലത്തെ വെള്ളം മുഴുവനും വറ്റിപ്പോവും. ഇനി ഈ ഉലുവക്കഞ്ഞിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി മധുരം വേണമെന്നുള്ളവർക്ക് കരിപ്പെട്ടി ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഈ പ്ലാവിൽ വെച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ കിട്ടില്ല മക്കളെ. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ മധുരം ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.